ഹലോ ഗൈസ്, ഞാനിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഡാൻസാത്തൻ്റെ പറഞ്ഞ ചാനലാണ്. അതിന് മുന്നൊരു ചാനൽ ഉണ്ടായിരുന്നു, ബിനി ബാത്ല പറഞ്ഞിട്ടുള്ള ചാനലാണ്. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഇൻട്രോ, നമ്മളെ ലോഗോ വെച്ചിട്ട് അങ്ങനെ ഇൻട്രോ ഉണ്ടാക്കാറാണ്. അത് ചെയ്യാം. ഇൻഷോട്ട് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യുന്ന വെക്കാറാണ്. ഇത് ഇൻഷോട്ട് എടുക്കുക, അതിൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ വെക്കുക, ലോ വെക്കുക, അപ്പോൾ വരും. അപ്പോൾ അൽസാത്താനി ഞാനിപ്പോൾ ജസ്റ്റ് ചെറിയൊരു റിവ്യൂ ചെയ്യാണ്. ഞാനിപ്പോൾ അൽസാത്താനി പറഞ്ഞുള്ള എൻ്റെ ലോഗോ സെലക്ട് ചെയ്തത് ജസ്റ്റ് ആ ഒക്കത്തിലാണ് നെക്സ്റ്റ് ചെയ്യുക. ജസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിന് ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആഡ് റിമൂവ് ഉണ്ടാവും. അത് നമുക്ക് നെറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ നെറ്റ് ഇല്ലാതാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ആഡ് റിമൂവ് നോക്കി കുറച്ചേരം വെയിറ്റ് ചെയ്താൽ തന്നെ അത് ഒറ്റയ്ക്ക് പോകും. നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. ആഡ് കാണാതെ തന്നെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഓല് പറയണ മാതിരി ജസ്റ്റ് കണ്ടുകൊണ്ട് നോക്കി കൊടുക്കുക. പിന്നെ എഫക്ട്സ് പോവാം. എഫക്ട്സ് പോവാം. ഫസ്റ്റ് എഫക്ട്സ് പോയിട്ട് ജസ്റ്റ് നോക്കുക. എഫക്ട്സ് ഇല്ല. ഇതിൽ മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ നെറ്റ് വേണ്ടി വരും. നെറ്റ് ഇപ്പം ഇല്ല. നെറ്റ് യൂസ് ചെയ്താൽ അങ്ങനെ എത്ര എളുപ്പമായിക്കൊണ്ട് നെറ്റ് യൂസ് ചെയ്യാതെ ഇൻഷോട്ട് പറഞ്ഞ ആപ്പിൽ അങ്ങനെ ഒരു ഇൻട്രോ നമുക്ക് വീഡിയോക്കുള്ളൊരു ഇൻട്രോ എങ്ങനെ ഇതാക്കുന്നോ നോക്കുന്നത്. പിന്നെ എഫക്റ്റ് എടുക്കുക. പിന്നെ എഫക്റ്റിലുണ്ടാവും. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഒക്കെ ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. സ്പിന്ന്, റോള്, ഗ്ലിച്ച്, നോയ്സ് എടുക്കാം. നമുക്ക് നോയ്സ് ആക്കി വരുന്നുണ്ട്. ഇവിടെ സൈഡിലുള്ള നോയ്സ് ആക്കാം. RGB ടെസ്റ്റ് ചെയ്തൊക്കെ. പിന്നെ നോയ്സ് ആക്കിയാണ് ഞാനിപ്പോൾ നോയ്സാണ് സെലക്ട് ചെയ്ത്. ഞാൻ സൈഡിൽ വരുന്ന ശരിമ ടച്ച് ചെയ്ത് നോക്കാം. ഒരു ടിക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ടിക്ക് നോക്കുക. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു. പിന്നെ അതിൽ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടായിരുന്നൊരു ഫസ്റ്റ് ബ്ലാങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഇൻട്രോക്ക് വേണ്ടിയുള്ള ഒരു ഇത് കിട്ടാൻ, ഒരു ഷെയ്ഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിന് എഫക്റ്റ് കൊടുക്കാൻ പറ്റുമോ നോക്കുമ്പോൾ പറ്റുന്നില്ല. പിന്നെ ഇതിലിപ്പോൾ ഞാനിനി PIP കൊടുക്കാറുണ്ട്. PIP ചെറിയൊരു ഫിൽറ്റർ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഫിൽറ്റർ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് മൂടി ടൈപ്പാണ്. ഇതിൽ നിന്നാണെങ്കിൽ നെറ്റാണ്. നമുക്ക് നെറ്റ് ജസ്റ്റ് ഒന്ന് ഓണാക്കിയോണ്ട് ഓഫാക്കി തന്നെ ഇത് ഫുൾ ലോഡായി കിട്ടും. ഇതിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഇൻഷോട്ട് ഈ ടൈപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇനി PIP എടുക്കുക. PIP എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കുക. ഇത് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ചെറിയ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് കാണുന്ന ആ ഒരു ക്ലോക്കിൻ്റെ പോലുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിൽക്കുക. പിന്നെ നമുക്ക് വേണ്ട തീമുകൾ അതിൽ വെക്കുക. പിന്നെ കുറച്ച് പ്രീമിയം എടുത്താൽ ചിലതൊക്കെ വർക്ക് ചെയ്യുന്നു. നമ്മൾ പ്രീമിയം അല്ലാത്തത് നോക്കുന്നുണ്ട്. പ്രീമിയം എടുത്താൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാത്തത് ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് PIP പോയേക്കാം. PIP ഞാനിപ്പോൾ ജസ്റ്റ് കൊടുത്ത് ഒരു ഇൻട്രോ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അലിബാബ പറഞ്ഞൊരു ചെറിയൊരു ഇത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ ലോഗോ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. ഒരു പേര് മാറ്റിയതാണ്. ഇതായിട്ട് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതൊക്കെ കട്ടൗട്ട് ആവണില്ല. അതുകൊണ്ട് ഞാൻ ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തുകൊണ്ട് അതിൽ സ്ക്രീൻ പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്ത് പിന്നെ സൈഡിൽ ആ ശരി നോക്കിക്കൊണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വേണ്ടത് നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ഏതാ ഫില്ല് വേണ്ടത് എന്നുള്ള ഓപ്ഷനിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ റെഡി ആക്കണം. ഇനി നമുക്ക് ബാക്ക് അടിച്ച് പോകാം. അതൊക്കെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫില്ലായി വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഫില്ലാക്കി കൊടുത്ത് ഇനി ബാക്ക് അടിച്ചിട്ട് പോകാം. ബാക്കിൽ ആ ശരി വെച്ചാൽ നമുക്ക് വേറെ ഇനി വെക്കാനുള്ളത് ഇതാണ്. നമ്മളിപ്പോൾ ഇനി ചെറിയൊരു ഷെയ്ഡ് കണ്ട് കൊടുക്കണം.
നമ്മൾ PIP-യിൽ മറ്റേ നമ്മളിട്ട എന്താ അലിബാബ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആ വീഡിയോൻ്റെ ഒരു ലെങ്ത്ത് അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ലെങ്ത്ത് അഡ്ജസ്റ്റ് ആക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എഫക്റ്റ് ഇപ്പോൾ വിളിക്കാൻ തോന്നുന്നു. എഫക്റ്റിൽ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ചെറിയ ചെറിയ കട്ടാൾ നമുക്ക് സൈഡിൽ നമുക്ക് കൊടുക്കണം. കട്ട് സ്പ്ലിറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സൈഡിൽ വരുന്ന സ്പ്ലിറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 3 കട്ടായിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള അത്രയും കട്ട് കൊടുക്കട്ടോ. മിനിമം ഒരു ഈ ഒരു ചെറിയ ഇതിൽ തന്നെ ലെങ്ത്തിൽ തന്നെ നമുക്കൊരു 10 കട്ടൗട്ടെങ്കിലും മിനിമം കൊടുക്കാൻ പറ്റും. കട്ടൗട്ടില്ല കട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ ആ കട്ടൗട്ടിന് ഓരോ എഫക്റ്റാണ് കൊടുക്കുന്നത്. നമുക്ക് വേണ്ട എഫക്റ്റ് നമുക്ക് എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. അത് നോയ്സ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നോയ്സിനാണ് സെലക്ട് ചെയ്യുന്നത്. നോയ്സാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. അതാണ് ഞാൻ നോയ്സ് സെലക്ട് ചെയ്യുന്നത്. ഇഷ്ടമുള്ള മാതിരി കൊടുക്കാം. ഫ്ലാഷ് അങ്ങനെ കുറേ വരുന്നുണ്ട്. ഇത് ഗ്രിബ് കാണാൻ ഇതൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മളെ അൽസാക്കിനുള്ള ടെക്സ്റ്റ് ഒന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ഇത് മാറി പോകുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. നമുക്ക് നോയ്സാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നോയ്സ് സെലക്ട് ചെയ്ത് നോയ്സ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് സൂം ആക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. സൂം ആവുന്നില്ലാന്ന് തോന്നുന്നു. സൂമിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. സ്ലോ സൂം പറ്റുന്നില്ല. നോയ്സ് തന്നെ കൊടുക്കാം. നോയ്സ് തന്നെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നോയ്സ് നോക്കി, നോയ്സൊക്കെ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാസ്സാക്കാമെന്ന് വെച്ച് ബാസ്സാക്കാം. ബാസ്സിൽ നോക്കി ബാസ് വാല്യൂ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലറാണോ അത് ഏത് സൈഡിലേക്കാണ് വേണ്ടത്, മോഷൻ ഏതാ വേണ്ടത്, നമുക്കിപ്പോൾ ഇത് തുടങ്ങുമ്പോഴാണ് മോശം വേണ്ടത്, ഇപ്പോൾ അവസാനിക്കുമ്പോഴാണ് മോശം വേണ്ടതെന്ന് ജസ്റ്റ് നമ്മൾ അതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിക്കാണ്ട് ജസ്റ്റ് ആക്കിയിരിക്കാം. നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് അങ്ങനെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം. ലെങ്ത്ത് ഇങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ റെഡിയാവുന്നതാണ്. ലെങ്ത്ത് ജസ്റ്റ് ഒന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ ആ എഫക്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. എഫക്റ്റ് ഓക്കെ അത് എടുക്കുക. മോഷൻ്റെ എടുക്കുക. 3D പ്ലേസ് എന്ന് പാടില്ല. കഴിഞ്ഞ് എല്ലാതും കൂടി എല്ലാ കട്ടിന് പാടിയും ഒരു അപ്ലൈറ്റ് വാൾ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ രണ്ട് ടിക്കുള്ള ടൈപ്പിൽ അവിടെ അപ്ലൈറ്റ് വാൾ എന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്യാം. അപ്പോൾ കിട്ടും. ഇനി അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇനി ഇത് അപ്ലോഡ് ചെയ്യണം. ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലുള്ള എക്സ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ എക്സ്പോർട്ട് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വേണം. നമുക്ക് വേണ്ട ക്വാളിറ്റി അതൊന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നോക്കുകയാണ്. 2040 ഓപ്ഷൻ അവിടെ 2060 ഓപ്ഷൻ അവിടെ ഉണ്ടാവും നോക്കുകയാണ്. അവിടെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ 1050 സെലക്ട് ചെയ്ത് കണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്യും. അതിൽ ലോഡാകുമ്പോൾ ജസ്റ്റ് നമ്മൾ കാത്തിരുന്ന് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ മതി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ മതി. അങ്ങനെ തന്നെ ആക്കി കിട്ടും. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആയി കിട്ടും. ഇപ്പോൾ 50 ആയിക്കണേ, ഹാഫ് ആയിട്ടുണ്ട്. വേഗം ലോഡാകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ക്യാപിറ്റലൊക്കെ ആകുമ്പോൾ ഇത് ഈ ചെറിയൊരു ക്ലിപ്പിന് തന്നെ മിനിമം ഒരു 3-4 മിനിറ്റ് ഒക്കെ എടുക്കും. ഇതൊരു മിനിറ്റിനുള്ളിൽ തന്നെ അവസാനിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് ആപ്പാണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ബിനു ബ്ലാത്ല എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. നിങ്ങൾ അതിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. ബിനു ബ്ലാത്ല എൻ്റെ പേരാണ്, ബിനു ബ്ലാത്ല. ലോഡായി 95 100ആയി. ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നോ താങ്ക്സ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കാവുന്നതാണ്. നോ താങ്ക്സ് നോക്കിയിട്ടുണ്ട്. ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.